ഇനി പഴയതുപോലെ കോൺഗ്രസിൽ ഇങ്ങനെ അഴിച്ചു വാരാനോ അല്ലെങ്കിൽ അലങ്കോലമായിട്ട് പോകാനോ ഒന്നും AICC സമ്മതിക്കത്തില്ല. സണ്ണി ജോസഫിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ് പല കാര്യങ്ങളിലും. അതുകൊണ്ടിപ്പം എന്തുവാ, മുമ്പുള്ളവർക്കും പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ഇനി എല്ലാ കാര്യങ്ങളും മാറിയൊന്നുമില്ല. ഇതുപോലെ തന്നെ ആയിരുന്നു ഏത് പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോഴും ഇതേ ആവേശവും ആർപ്പുവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പോകും, അത് കഴിയുമ്പോൾ കാലുവാരൽ തുടങ്ങും, പിന്നെ നമുക്ക് വേറെ കഥകളൊക്കെ കേൾക്കാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് പിടിക്കുമെന്ന്. 100 സീറ്റ് മാറ്റി വച്ചിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. നല്ലത് തന്നെ. ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞു വീശട്ടെ. പക്ഷേ അത് പിണറായി 3ാം വട്ടവും വരുന്നത് തടയാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ? ഒരു പ്രതീക്ഷയില്ലെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ സണ്ണി ജോസഫ് അധികാരമേൽക്കുന്നു. ആ ചടങ്ങിലും കല്ലുകടി ഉണ്ടായിരുന്നല്ലോ. ഇത്രയും നമ്മളൊക്കെ ഇത്രയും വിശാലമായിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ പറയുമ്പോൾ, എതിർത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള കാര്യം പോലും ഇവരിലുള്ള ഒരു ഒളിച്ചു വെക്കാതെ പുറത്ത് പറയുന്നത് കൊണ്ടല്ലേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം CPM MV ഗോവിന്ദനാണെങ്കിൽ ഇപ്പം പിണറായിട്ട് വഴക്കുണ്ടായാൽ പോലും MV ഗോവിന്ദൻ്റെ മുഖത്ത് പോലും അത് വരത്തില്ല. MA ബേബി ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു കാര്യങ്ങളിലൊക്കെ CPIയും CPM ഒക്കെ തമ്മിൽ പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലരും ഇവരുടെ മുഖം പോലും വായിച്ചു നോക്കിയാൽ ഇവരുടെ ഇടയിലുള്ള സംഘർഷങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഈ എല്ലാം ഉള്ളിൽ നടക്കുന്നത് പോലും വെളിച്ചത്താവുന്നത് കൊണ്ടല്ലേ ഈ പാർട്ടി ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ കളിയാക്കേണ്ടി വരുന്നത്. അതെ, ഇവർ പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്നാണ് ഇവർ പറയുന്നത്. ഈ തമ്മിൽ തല്ലുകൊള്ളിത്തരവും ഒക്കെ ആയിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന MP 8 തവണയായിട്ട് മാവേലിക്കര മണ്ഡലത്തിലെ MP ആണ്. എന്നിട്ട് പറയുകയാണ് KPCCയുടെ 38ാമത്തെ പ്രസിഡൻ്റാണ് സണ്ണി ജോസഫ്. 37 പേരുടെയും പടം ഇവിടെയുണ്ട് KPCC ആസ്ഥാനത്ത്. അതിൽ ഒരു പടം പോലും ഒരു വിഭാഗത്തിൻ്റെ ഇല്ല. ആരുടെ? പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ ജാതി കാർഡ് എടുത്ത് ഉടനെ ഉയർത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് കുഴപ്പം. കൊടിക്കുന്നിൽ സുരേഷ് ആ ഇതിലാണല്ലോ 8 തവണയായിട്ടും പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ അതിന് മുരളീധരൻ അതിന് മറുപടിയും കൊടുത്തു. ഈ പല സ്ഥാനങ്ങൾ കൊടുത്താലും അതിലും തൃപ്തി വരുന്നില്ല അല്ലേ? തൃപ്തി വരുന്നില്ല. ഇവർക്ക് എന്താണെന്നറിയാമോ, അതിൽ ഒരു സീറ്റിൽ ഇങ്ങനെ ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ്, മറ്റൊന്നിൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ച് കയറിപ്പോകുന്ന സ്വഭാവമുണ്ടല്ലോ, മറ്റതിനെ വലിച്ചു താഴെ ഇട്ടിട്ട് കയറിപ്പോകുന്ന, അത് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ സ്വഭാവം. ഇവർക്കിങ്ങനെ ഈ 8 തവണയൊക്കെ ആയിട്ടും പാർലമെൻറ്റ് MP ആയിട്ടിരിക്കുകയാണ്, മാറിക്കൊടുത്തിട്ടില്ലല്ലോ. മാവേലിക്കര മണ്ഡലത്തിന് ഒരു ചുക്കും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. മാറിക്കൊടുക്കാനൊട്ട് തയ്യാറാകത്തില്ല. ഇനി മാറി നിൽക്കാനായിട്ട് അവിടെ വേറെ സ്ഥാനാർത്ഥിയെ തീർച്ചപ്പെടുത്തിയാൽ ഉടനെ കലഹം തുടങ്ങും. ഇപ്പോൾ KV തോമസ് തന്നെ ഡൽഹിയിൽ CPMൻ്റെ ആളായിട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇരുന്ന് ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, MP ആയി, എല്ലാ സൗഭാഗ്യങ്ങളും കോൺഗ്രസിൽ നിന്ന് അനുഭവിച്ചു. പ്രൊഫസറല്ലായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ പെൻഷനും കൂടെ ഉണ്ട്. അതല്ലേ നമ്മുടെ മുൻ മന്ത്രി G. സുധാകരൻ ചോദിച്ചത്, ഇയാൾ ഈ പൈസ എല്ലാം കൊണ്ട് എവിടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുന്നുണ്ടോ എന്ന്. ശരിയായിരിക്കും, പണം പുഴുങ്ങി തിന്നുന്ന ആളാണ് KV തോമസ്. ഇവർക്ക് പിന്നെ ആർത്തിമൂത്ത് നിൽക്കുന്നവരാണെന്നേ. ഒരിക്കലും ഈ പുതു ജനറേഷനെ മാറിക്കൊടുക്കാത്തത് കൊണ്ട് ഈ പാർട്ടിക്ക് നാശം സംഭവിക്കുകയാണ്. കടൽ കിഴവന്മാരാണ് എല്ലാത്തിലും നിൽക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, 2026 ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് വിഭജന ചർച്ച, അവിടെ ഉന്തും തള്ളും അടിയും കാണാം. പലരും പിന്നെ വളരെ പ്രായമെത്തിയവരായിരിക്കും മത്സരിക്കാനായിട്ട് നിൽക്കുന്നത്. ഇത് കണ്ട് മടുത്ത കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള ഈ ഒരു കമ്മിറ്റി രൂപീകരണത്തിൽ KC വേണുഗോപാലിൻ്റെ കൈകടത്തലുകളുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെയാണോ? അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. KC വേണുഗോപാലിൻ്റെ ആളായിട്ടാണ് പിന്നെ ദളിത് വിഭാഗത്തിൽ അനിൽകുമാറിനെ അവിടെ വെച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ നല്ല റോൾ ഇതിനകത്തുണ്ട്. KC വേണുഗോപാൽ അവിടെ ഡൽഹിയിലിരിക്കുന്ന ആളല്ലേ, രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളാണ്, രാഹുലിൻ്റെ ചെവിയും കടിച്ചു പറിച്ചിരിക്കുന്ന ആളാണ്. അത് കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ 26-ൽ,
അപ്പോഴാരായിരിക്കും ഇവിടെ കെട്ടിയിറങ്ങി വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് പിണറായിക്കെതിരെ യുദ്ധം നടത്തും, പിണറായിയെ പിടിച്ചു നിർത്തും 2026. ആകട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷേ ഇവരിത് മനസ്സിലാക്കുന്നില്ലല്ലോ. കേരളത്തിൽ കോൺഗ്രസ് ഇവരുടെ കൂടുണ്ടായിരുന്ന ക്രൈസ്തവരും പിന്നെ അതുപോലെ തന്നെ ഈഴവ വോട്ടുകളൊക്കെ തന്നെ ചോർന്നു പോയി, നായർ വിഭാഗത്തിലുള്ള വോട്ട് പോയി. ഇതൊന്നും ഇവരറിയുന്നില്ലേ? ഇതൊക്കെ എങ്ങനെ ഇവിടെ തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തും? ക്രൈസ്തവരുടെ വോട്ട് തിരിച്ചു പിടിക്കാമെന്നും പറഞ്ഞാണ് അവർ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അവർ പോയത്? ഇവരാദ്യം ലീഗിനെ കോൺഗ്രസിൻ്റെ ഒക്കത്ത് നിന്ന് താഴെ ഇറക്കണം. കോൺഗ്രസിനെ തോളിലേറ്റിക്കൊണ്ട് ലീഗിനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണെന്ന് അവർക്കാണ് പിന്നെ പാലും പഴവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും രൂക്ഷമാകും. നോക്കിയോ, അതാണിപ്പോൾ പ്രധാനമായിട്ടും പിന്നെ മറ്റുള്ളവരെടുത്ത് കാണിക്കുന്നത്. ലീഗിനെ പ്രീതിപ്പെടുത്തി മറ്റ് വിഭാഗക്കാരെ മുഴുവൻ ഈ കോൺഗ്രസുമായിട്ട് അകറ്റി. അപ്പം അവരുടെ വോട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. ചില വീഡിയോയുടെയൊക്കെ താഴെയുള്ള കമൻറ്റുകൾ ഇപ്പോൾ ഈ ഒരു യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരുടെ LDF അനുഭാവികളുടെ തന്നെ കമൻറ്റുകളാണ്. അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളിപ്പോൾ മോദിയെ അംഗീകരിക്കുന്നുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ ഞാൻ മോദിയെ അംഗീകരിക്കുന്നു. കേന്ദ്രത്തിൽ BJPയും അതേപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസുമാണ് വരേണ്ടുന്നത്. പണ്ട് നേരെ തിരിച്ചും ഉണ്ടായിരുന്നു. ഇവിടെ CPM-ഉം അവിടെ കോൺഗ്രസും ഭരിക്കട്ടെ എന്നുള്ളത്. ഇവിടെ കോൺഗ്രസ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ടുവരികയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. പല സംസ്ഥാനങ്ങളിലും തൂത്തുവാരി എടുത്ത് കളഞ്ഞല്ലോ. കേരളത്തിൽ സംഭവിക്കുക 26 അതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. സംഭവിക്കും. UDF ഒന്നും അധികാരത്തിൽ വരുമെന്നൊന്നും ഒരു പ്രതീക്ഷയും നമ്മൾ വെച്ച് പുലർത്തണ്ട. അവർക്ക് വരുന്നെങ്കിൽ വരട്ടെ. പക്ഷേ വന്നു കഴിഞ്ഞാലും ഒക്കെ ഇവരെ എത്ര കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല, അടിയായിരിക്കും എന്നുള്ളതാണ്. BJP ഇവിടെ നിർണായക ഘടകമാകുന്നു. അതെന്താ ഇവർ സമ്മതിക്കാത്തത്? BJP നിർണായക ഘടകമാകുമ്പോഴും LDF സർക്കാരിനുള്ള ഒരു വിരോധം പലപ്പോഴും ജനങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് കോൺഗ്രസിന് ഒരു തുണയായിട്ടല്ലേ വരുന്നത്? കോൺഗ്രസിന് തുണയായിട്ട് അതാണ് BJPയുടെ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ പോവുകയാണ്. ആ വോട്ടുകൾ പിന്നെ BJP എടുക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ ഇതിനിടെ കൂടെ LDF കയറി പോവുകയും ചെയ്യും. അത് പിണറായി വിജയൻ്റെ ഭരണത്തോട് അനുകൂലമായി വോട്ട് ചെയ്ത് വരുന്നതല്ല. BJP ഉണ്ടാക്കുന്ന ആ സ്പേസിനനുസരിച്ച് അവരുടെ വോട്ട് പോയില്ലേ, വോട്ട് വിഹിതം പോയില്ലേ, SNDPയുടെ വോട്ട് പോയി. അതല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇവിടുന്ന് ഈഴവരെ മുഴുവൻ അന്യം നിർത്തിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഈ കടിപിടിയും ബഹളവും ഉണ്ടെന്നേ, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കെ മുരളീധരൻ പലതും മുനവെച്ച് തന്നെയാണ് പറഞ്ഞത്. കൊള്ളേണ്ടവർക്ക് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായിട്ട് ഈ KPCC പ്രസിഡന്റിന് കഴിയട്ടെ. വിരമിച്ചവർക്കെല്ലാം എല്ലാവിധ ആശംസകളും. അവരുടെ ഭാവിയും ശോഭനമാകട്ടെ വിരമിച്ചവർക്ക്. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.